കള്ളക്കുറുക്കൻ കണ്ടാൽ ചുള്ളനോ? ഇതെന്ത് പേരാ? ഞാനൊരു ഡയറി വായിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അമ്മേ, അതിന് ഞാനിട്ട ടൈറ്റിലാ ഇപ്പൊ പറഞ്ഞത്. അതിരിക്കട്ടെ, ഏതൊരു കഥ? ആ പെൺകുട്ടി ഇതുവരെ കാണാൻ പറ്റിയില്ല, പക്ഷെ അവൻ എന്നും വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അവന് ഞാൻ ഈ ഡയറി വായിക്കുന്ന കാര്യം മാത്രം അറിയേയില്ല. നീ ഇതിങ്ങനെ കുറച്ച് വായിച്ചിട്ട് പറയാതെ മൊത്തം വായിച്ചിട്ട് പറഞ്ഞൂടെ? അതെങ്ങനെയാ അമ്മേ? 2-3 പേജ് വായിക്കുമ്പോ തന്നെ ഞാൻ റൊമാൻറ്റിക് ആയി പോകും. നിന്നെ കൊല്ലും ഞാൻ. ഹലോ, എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നേ? ഇവിടെ ഇത്രയും പേരുള്ളപ്പോ എങ്ങനെയാ തനിച്ചാവുന്നത്? ഓ, ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണോ? അങ്ങനെ ആരും വരാനില്ല. സഞ്ജു, എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചേരോ? No. പ്ലീസ് ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? No. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? Yeah. Tell me something. ലവിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്നത് ബോയ്സിനാണോ അതോ ഗേൾസിനാണോ? എന്താ അതിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് അറിയാവുന്നത്. ഹലോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചതേ ഞങ്ങളാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോഴേ ലവ് തോന്നുന്നത് ഞങ്ങൾക്കാണ്. ഒരു പെൺകുട്ടിയെ കണ്ടാലുടനെ ഒന്നും ആലോചിക്കാതെ ഐ ലവ് യു എന്ന് പറയാറുള്ളതും ഞങ്ങളല്ലേ. ഈ ലോകം ഉണ്ടായ കാലം തൊട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയെ കണ്ടാലുടനെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കേയില്ല. പിന്നെങ്ങനെയാ? അവന്റെ ക്യാരക്ടർ, ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടേ അവള് പറയുള്ളൂ. എന്തിനധികം പറയുന്നേ? നല്ല സൗന്ദര്യമുള്ളൊരു ഹീറോയുടെ 2-3 സിനിമകൾ ഹിറ്റായാലേ ഓട്ടോഗ്രാഫ് പോലും അവള് വാങ്ങുള്ളൂ. അത്രയ്ക്ക് കമേഴ്ഷ്യലാ. ഇതൊക്കെ വെറുതെ എന്നോട് ചോദിച്ച് എന്തിനാ ഇമാതിരി മറുപടി കേൾക്കുന്നത്? എന്താ, തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഈ പെൺകുട്ടികൾക്ക് മനസ്സിലൊന്നും ഇരിക്കില്ലല്ലോ, അപ്പൊ എഴുതേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചതാ. ഇവനും സൈക്കോളജി പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇത് പിടിക്കേ. ഹോൾഡ് ദ ഗിറ്റാർ. ഈ ഗിറ്റാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടിയാ. ഈ കർവ് നിങ്ങളുടെ ടൈറ്റ്സിന് വേണ്ടിയാ. ഈ കർവ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് വേണ്ടി. Where do I keep the fingers? ആദ്യം ഗിറ്റാറിനെ ഇങ്ങനെ ചേർത്ത് വെക്കണം. ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാ ബെറ്റർ. ഇതങ്ങ് പോട്ടെ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്യണം. ആൻഡ് ജസ്റ്റ് ഫീൽ ദ മ്യൂസിക്. എന്നെ സഞ്ജു ഗിറ്റാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. ആ ടൈമിൽ എന്ത് ഫീൽ ആയിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആക്ച്വലി ഏത് ആംഗിളിൽ നോക്കിയാലും അവളെക്കാൾ സുന്ദരി ഞാനാണല്ലോ. എന്നെ എന്താ പിന്നെ അവൻ ഗിറ്റാർ പഠിപ്പിക്കാത്തെ? അവളെ മാത്രം എന്താ പഠിപ്പിക്കുന്നേ? നിന്റെ കയ്യിൽ ഗിറ്റാർ ഇരിക്കുന്നത് പോലെ നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? ഗുരുജി, അവന്റെ ഗിറ്റാർ നിന്റെ കയ്യിൽ തന്നത് നിന്നെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ്. പഠിപ്പിക്കുക. ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഫാഷൻ മാറിപ്പോയി, ടേസ്റ്റ് മാറിപ്പോയി. നിന്റെ പാരമ്പര്യം മറന്ന ഫിഡൽ പോലും നീ മാറ്റിക്കളഞ്ഞില്ലേ. ഇനി ഒരു സെക്കൻഡ് കൂടി അവന്റെ കൂടെ ഇരുന്നാൽ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം നിന്റെ ജീവിതവും കാഞ്ഞാട്ടയാകും. ഇതെന്തു പറ്റി? കീറിയ മൊത്തം കീറിക്കളഞ്ഞോടാ. കീറിയല്ലോടാ. നിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാനം പറയടി. ഇവിടെ വാ, പാടി. കുറച്ച് ഓവർ ആവുന്നുണ്ട് താൻ. ഞാൻ ഓവർ ആവുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഫിഡൽ, ബ്രഹ്മാദി ഫിഡൽ. ഏയ്, നിങ്ങൾ ബ്രഹ്മാദി ഫിഡൽ ആണെങ്കിൽ ഞാൻ സഞ്ജു രംഗൻ. ഓയ്യോ, ഓരോ അവന്മാര് വിചാരിക്കുന്നത് അവന്മാരെല്ലാം വലിയ കോപ്പുകളാണെന്നാ. കാണിച്ചു തരാടാ, നിന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. ഹലോ, ഐ കാൻറ്റ് ഹാൻഡിൽ ദിസ് പ്രഷർ സർ. എന്തു പറ്റിയടാ? സാറേ, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൈ വിട്ടുപോയി. ശങ്കരാഭരണവും സാഗര സംഗമവും എല്ലാം കട്ടേപടമായി. സാറിന്റെ ആരോഗ്യത്തെ ഓർത്ത് ആ ഫിഡൽ പൊട്ടിപ്പോയ കാര്യം മാത്രം ഞാനിപ്പോ പറയുന്നില്ല. ഫിഡൽ പൊട്ടിപ്പോയെന്നോ? എങ്ങനെ? ഇവിടെ ഒരു സഞ്ജു എന്ന് പറയുന്നവനുണ്ട്. അവൻ ആ ഫിഡലിലൊന്ന് കൈവച്ചു, ഓം നമ ശിവായ. ഇപ്പൊ മോളുടെ ദേഹത്തും കൈവച്ചിട്ടുണ്ട്, ഓം നമ ശിവായ. ആരാണ് അവൻ? ശരിക്കും അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫിഡൽ. വെസ്റ്റേൺ മ്യൂസിക് വന്ന് ശുദ്ധമായ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒന്ന് തട്ടി.
തകർന്നു പോയില്ലേ സാർ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്? ഓ കൊണ്ടിനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ പൊന്നു സാറേ. അറിഞ്ഞോടി മോളോ വിശേഷങ്ങള്. എന്റെ ഫിഡൽ എവിടെ നശിപ്പിച്ചു, നമ്മുടെ പാരമ്പര്യവും നശിപ്പിച്ചു. മുത്തശ്ശനോട് എന്ത് സമാനം പറയും? അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പറഞ്ഞാ പോരെ. ഇപ്പൊ മോളുടെ വിശേഷം എന്താന്ന് ചോദിക്കും. ഓ നമ്മുടെ മോള് ഓം നമ ശിവായ നാടി പറയുന്നേ. വാലും തലയില്ലാത്തൊരു മണ്ണുണ്ണി കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയേക്കാം. അങ്ങേര് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അമ്മ എവിടെ മോളെയാണോ ചീത്ത വിളിക്കുന്നത്? അവൻ നമ്മുടെ മോളോടുള്ള ഉത്തരവാദിത്തം കൊണ്ട് അല്ലിയോടി പറയുന്നേ. പിന്നെ മണ്ണാൻ കട്ട അങ്ങനെ തലയ്ക്ക് നല്ല സ്ഥിരതയില്ല. ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയോ? തഞ്ചാവൂർ കുട്ടപ്പ വൈദ്യനാഥ ഭാഗവതന് ഗിഫ്റ്റ് തന്ന നിങ്ങളുടെ ഫിഡലിൽ മോഷ്ടിച്ചോണ്ട് നാട് വിട്ടുപോയ ആളല്ലേ ആ ഫോണിൽ ഞാൻ ആ കിഴങ്ങിനോട് ഞാൻ സംസാരിക്കാം. ചേട്ടാ സുഖമാണല്ലോ അല്ലേ? ഇത്രയും മര്യാദയൊന്നും വേണ്ട. പെൺമക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത് തള്ളമാര് വളർത്തുന്നത് പോലെയാ. ഫിഡലൊക്കെ മോള് കളഞ്ഞില്ലേ, ഇനി ഗിറ്റാർ എടുത്ത് വെച്ച് ഡിങ് 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 എന്ന് വായിച്ചാ മതി. ഇതാ നിങ്ങളുടെ മോളെ കൊടുക്കാം, എന്താന്ന് വെച്ചാ സംസാരിച്ചോ. സംസാരിക്കും മോളെ. ഏതാ മോളെ ആ പയ്യൻ? സഞ്ജു എന്നാ പേര്. നല്ല പയ്യനാ അമ്മേ. അത്ര നല്ല പയ്യനാണെങ്കിൽ പിന്നെന്താ കുഴപ്പം? അതിരിക്കട്ടെ, അവനവിടെ എന്ത് ചെയ്യുന്നു? അവൻ ഇവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയർ ആണമ്മേ. എന്തോ അവൻ ഇവിടുത്തെ ഫേമസ് ഗിത്താർ പ്ലെയറോ? റോഡിൽ തുണി വിരിച്ചെന്ന് പാടുന്നതാണോ ഫേമസ്? നീ കുടിച്ചൊന്ന് അവന് കൈകൊട്ടി കൊടുക്കും പോ. മോൾ അങ്ങേര് പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട. ആ പയ്യന്റെ അഡ്രസ് ഇങ്ങോട്ട് പറഞ്ഞോ, അച്ഛൻ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ചോളും. അതെ, ആ പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കും. ഞാൻ എന്ത് സംസാരിക്കാനാ? എന്താ സംസാരിച്ചാല്? സംസാരിക്കില്ലേ? സംസാരിക്കില്ലേന്ന്. എന്ത് ചെയ്യാനാ? വയസ്സായി പോയ ഏതാണുങ്ങളായാലും ഭാര്യയുടെ കയ്യില് വാ വേണ്ട സഞ്ജു, ഇങ്ങോട്ട് വരാൻ. വേണ്ട സഞ്ജു പ്ലീസ്. ചുമ്മാ ഇരിക്ക്. ഞെക്കിയാ വരുമെന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ആയല്ലോ. വരും സഞ്ജു, അവർക്കൊക്കെ കാസ്റ്റ് ഫീലിംഗ് കുറച്ച് പ്രശ്നമാവും. ഹായ് ഗോമതി, ഞാൻ സഞ്ജുവിന്റെ ഫാദർ. ഇവൾ എന്റെ ഭാര്യ സുമതി. ഹായ് മോളെ. നമസ്തേ. PKV സാർ, that handsome boy is my son സഞ്ജു. നമസ്കാരം അങ്കിൾ. മനസ്സിലായി, ഞങ്ങളുടെ ഫാമിലി ഫിഡൽ തല്ലിപ്പൊളിച്ച മഹാനുഭാവനല്ലേ ഇത്? അതൊക്കെ ഇനി എന്തിനാ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കും. ഡാ, ഞാനും PKV സാറും എല്ലാം സംസാരിച്ചു. നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. വി ഹാവ് അക്സെപ്റ്റഡ് യുവർ ലവ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു എതിർപ്പില്ല. ഞങ്ങൾക്കുണ്ട്. പറയടി. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ മോള് പപ്പടവും സാമ്പാറും ഒക്കെ തിന്ന് ശീലിച്ച പെണ്ണാ. നിങ്ങളുടെ മോൻ മീനും ഇറച്ചിയൊക്കെ തിന്ന് ശീലിച്ചതല്ലേ? അതുകൊണ്ട് എന്റെ മോളോട് അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നോൺവെജ് കഴിക്കുന്നല്ലാതെ ദിവസം കഴിക്കാറൊന്നുമില്ല. ഈ സൺഡേയിലൊക്കെ സൺഡേ മാത്രം പുറത്തു പോയി ഫുഡ് കഴിച്ചോളൂ. ഓക്കെ ഡാഡി, അത് കുഴപ്പമില്ല. പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് സ്ത്രീധനം തരുന്ന പ്രശ്നമേ ഇല്ല. കമോൺ, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ല, പയ്യനോട് അറിയട്ടെ, പിന്നെ ചോദിച്ചാലോ. അതുപോലെ നിങ്ങളെല്ലാവരും കണ്ണൂരുകാരാണല്ലോ. ബോംബും വെടിമരുന്നൊന്നും വീട്ടിൽ വെക്കരുത്. മോൾ അറിയാതെ അങ്ങനെ എടുത്ത അതോടെ കഴിഞ്ഞല്ല. ഞങ്ങൾക്ക് അവളെ ഒറ്റ മോളാ, വല്ലതും പറ്റിയാ പോയില്ലേ? കേട്ടോ സാറേ, ചില സംഭവങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡും വെരി ഡിസിപ്ലിൻഡുമാണ്. ഐ എം MBA ഗ്രാജുവേറ്റ്. ഇത് ഡോക്ടറും മകൻ ബിടെക്കുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇന്റർകാസ്റ്റ് കോമ്പിനേഷനിൽ എപ്പോഴും പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. ഹേയ് മിസ്റ്റർ PKV സാർ, ഒരു നിമിഷം നിങ്ങൾ പഴയതൊക്കെ ഒന്ന് മറന്ന് പുതിയ കാലത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കും. വാട്ട് ഈസ് ദ പ്രോഗ്രസ്? ടൈം ഈസ് ചേഞ്ച്. ഇപ്പൊ നിങ്ങളുടെ ബ്രാഹ്മൺ കുട്ടിയെ നായരായ എന്റെ മകൻ കെട്ടുന്നു. അതുപോലെ നായർ പെൺകുട്ടികളെ മറ്റു ജാതിക്കാരും കെട്ടുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഹ്മൺ കുട്ടിയെ ഒരു മുസ്ലിമാണ് കെട്ടിയത്. അവരിപ്പോ 2 പിള്ളേരും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്തൊരു ഹാപ്പിയസ്റ്റ് പ്രോഗ്രസ്. വാട്ട് ഈസ് റോങ്? എവിടെ നോക്കിയാലും ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തിനാ ഈ കാസ്റ്റ് ഫീലിങ്സ്? മക്കള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത്. ശരി, സമ്മതിച്ചു. ഫൈനലായിട്ട് ഒരു കാര്യം, 40 വർഷമായിട്ട് ഫിഡിൽ വായിക്കാൻ ഞാൻ പ്രായവും ആയി. നിങ്ങളുടെ ഭരണമായതുകൊണ്ട് ആരെങ്കിലും ഒന്ന് സ്വാധീനിച്ച ഒരു പത്മശ്രീ അവാർഡ് വാങ്ങി തന്നാ ഹാപ്പി ആയിട്ട് മരിക്കരുത്. അയ്യോ, പത്മശ്രീ അങ്ങനെയൊന്നും കിട്ടില്ല. ഏയ് വിഷമിക്കണ്ട. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. തിങ്ക് ഇറ്റ് ഈസ് ഡൺ. നായരെന്ന് പറഞ്ഞാ ഇതാ, കൈ കൊണ്ട് പിള്ളേച്ചാ. ധ്രുവന്തെ രാജാ വരുണോ ധ്രുവന്തെ നോ ബൃഹസ്പതിഃ ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. Let me be your man. I wanna hold your hand and take you to your fantasy. Eyes
When I look into your eyes, you make me realize that baby you're the only one for me. వసీగరా ప్రేమాదురా మోదంగరా మనోహరా చతురా విధురా സുഖമിന്നുനുതരാ കണ്ണല്ലോ ചുണ്ടിൽ ഞാൻ ഒരു മിന്നൽ പൂമുത്തം ഇനി ലോകം മൊത്തം നേടും ഞാൻ നീ അനുരാഗപ്പൂത്താലം ഇനി എന്നും പൂക്കാലം ഈ സ്വപ്നത്തേരിൽ ഒഴുകി നടക്കാൻ വാ. Every day, every night, every wrong, every right. നീ തൂവൽ വിരലാലേ ആ മധുരം പകരൂ. സുമശര സുന്ദര സോമാ മൃദുല മധുര മനോഹര രാമാ നീ വന്നേ തഴുകുന്നേ ആനന്ദം നിറയുന്നേ ഇനി അരികെ ഞാനുണ്ടേ നിൻ കനവായി ഉണരാ. കനക സുധാകര ലോലാ ഭയാതുല പരാക്രമശീല നീ എൻ സുവർണ സന്ധ്യയായി എന്നും മടിയിൽ തലചായ്ച്ചുറങ്ങാം. തന്നല്ലോ ചുണ്ടിൽ ഞാൻ ഒരു മിന്നൽ പൂമുത്തം ഇനി ലോകം മൊത്തം നേടും ഞാൻ നീ അനുരാഗപ്പൂത്താലം ഇനി എന്നും പൂക്കാലം ഈ സ്വപ്നത്തേരിൽ ഒഴുകി നടക്കാൻ വാ. Every word, every thought, every move, every blood. ഒന്നൊഴുകാൻ നീ അലിയാൻ എന്നുള്ളിൽ വരുമോ? അഗണിത ശ്രീ ഗുണശീല വിനയ സകല കുലോത്തമ വീര അണപൊട്ടും പ്രേമത്തിൻ നദിയായി നീ ഒഴുകുമ്പോൾ തനുവാകെ നിറയും നീ വെൺകുളിരോടെയോ. മൃദുവചനാമൃതലോല രസിക സുന്ദര ഹാസവിലോല പാടാൻ മറന്ന പാട്ടുകൾ വെറുതെ വരമായി പാടുന്നിതാ ഞാൻ. Girl, you're like a crystal moon, such a refreshing tune. You got me singing every verse. Come into my galaxy, come fly away with me. Our love is like the universe. ഗോമതി എവിടെയാ? നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞോ? ഗോമതിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ?